ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആട്ടോ. ഒരു ഈദ് സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഡിസൈനൊക്കെ പ്രിൻ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പിക്ചർ അത് ഞാൻ ട്രേസ് ചെയ്ത് വരച്ചതാണ്. ഡയറക്റ്റ് ഫോണിൽ നിന്ന് ഒരു പേപ്പറിലേക്ക് ട്രേസ് ചെയ്ത് വരച്ചതാണ്. പിന്നെ ഞാനത് ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്തിട്ട് ക്ലോത്തിലേക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ക്ലോത്ത് വെക്കുന്ന രീതി എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് നോക്കണേ. നമ്മൾ മുകളിൽ വരുന്ന സ്ക്രൂ വരുന്ന ഭാഗം താഴെയും ചെറിയ പോർഷന് ഉള്ളിലും വെച്ചിട്ടാണ് ക്ലോത്ത് നമ്മൾ ടൈറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നോർമലി നമ്മൾ എംബ്രോയ്ഡറീൻ്റെ ഫ്രെയിം വെക്കുന്നതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. അപ്പോഴേ നമുക്ക് നന്നായിട്ട് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ക്ലോത്ത് വെക്കുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ക്ലോത്ത് വെക്കണം. അതേപോലെ നല്ല വലിച്ച് ടൈറ്റ് ആക്കിയിട്ടാണ് ക്ലോത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു രീതിക്ക് വെച്ചിട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം ആദ്യം. കംപ്ലീറ്റ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ട്രേസ് ചെയ്ത് നമുക്ക് ഫ്രെയിം ഊരിയിട്ട് നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇടാം കേട്ടോ. ജസ്റ്റ് ഞാൻ ആ ക്ലോത്ത് ഒന്നൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് സൈഡ് ഞാനൊന്ന് റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് അതൊന്ന് ഞാൻ തുന്നി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് തുന്നി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ എംബ്രോയ്ഡറിയിലേക്ക് ആവശ്യമുള്ള ത്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഏതൊക്കെ കളറാണ് നിങ്ങളുടെ അടുത്ത് ഏതൊക്കെ കളറാണോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എംബ്രോയ്ഡറി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഹാഫ് മൂണാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രൗൺ കളർ ത്രെഡാട്ടോ എടുത്തിട്ടുള്ളത്. ഈ ത്രെഡ് ഞാൻ എടുത്തിട്ടുള്ളത് ഫുൾ സ്ട്രാൻഡ്സ് ആട്ടോ. 6 സ്ട്രാൻഡ്സിൻ്റെ ത്രെഡാണ് എടുത്തത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ചാണ്. അപ്പം ബാക്ക് സ്റ്റിച്ച് നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹാഫ് മൂൺ ചെയ്തെടുക്കാം കേട്ടോ.
കംപ്ലീറ്റ് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമുക്കൊന്ന് ത്രെഡ് ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടുക. ആ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായിട്ട് കിട്ടും കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ലീഫാട്ടോ ചെയ്യുന്നത്. അതിന് ഞാൻ ഈ ഒരു ഗ്രീനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 3 സ്ട്രാൻഡ്സാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ലീഫിൻ്റെ വെറൈറ്റി ഓഫ് ലീവ്സ് എന്നുള്ള ക്ലാസ്സിലൊക്കെ നമ്മൾ ഈ സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റിച്ചാണ് നമുക്ക് ഈ ലീഫിലൊക്കെ ഞാൻ കൊടുക്കുന്നത്. ഇനി വേറൊരു കളർ ഗ്രീന് യൂസ് ചെയ്തിട്ടാട്ടോ ബാക്കിയുള്ള ലീഫും കൂടി സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്കിയുള്ള ലീഫ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം കേട്ടോ. കംപ്ലീറ്റ് നമ്മൾ ലീഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി സ്റ്റെമ്മും ഞാൻ ചെയ്തിട്ടുണ്ട് സെയിം കളർ ഗ്രീൻ കൊണ്ട് തന്നെ. ഇനി പിങ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലവറാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. 6 സ്ട്രാൻഡ്സ് തന്നെയാണ് കേട്ടോ ഞാൻ ഈ പൂക്കളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്.
2 കളറിലാട്ടോ ഞാൻ പൂക്കൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഈദ് മുബാറക്ക് എന്നുള്ള ആ ലെറ്ററാണ് എഴുതാനുള്ളത്. അതിന് ഞാൻ ബ്ലാക്ക് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ബാക്ക് സ്റ്റിച്ച് ആട്ടോ ചെയ്യുന്നത്. 3 സ്റ്റാൻഡ്സ് ആണ് ഇതിലൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഔട്ട്ലൈൻ മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്കത് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ആദ്യം ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം നമുക്കത് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ നമുക്ക് ബീഡ്സൊക്കെ ഉണ്ടെങ്കിൽ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഗം ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫ്രഞ്ച് നോട്ട് പോലെയാണ് കൊടുക്കുന്നത്. ഫ്രഞ്ച് നോട്ട് ഒരു 3 ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് ബീഡ്സ് എന്തെങ്കിലും ഒട്ടിച്ച് വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ച് ഫുള്ള് ത്രെഡല്ല, അപ്പോൾ ഇനി ബീഡ്സിൻ്റെ ഇത് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ത്രെഡ് തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ബീഡ്സ് ഉണ്ടെങ്കിൽ ബീഡ്സ് നമുക്ക് ഒരു ഫാബ്രിക് ഗ്ലൂ ഒക്കെ യൂസ് ചെയ്തിട്ട് ബീഡ്സ് ഒട്ടിച്ച് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഈദ് സ്പെഷ്യൽ എംബ്രോയ്ഡറി ഹൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലുള്ള എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാം, ഹോം ഡെക്കറായിട്ട് ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്തായാലും കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ പേഴ്സണൽ യൂസിന് ഹോം ഡെക്കറൊക്കെ ആയിട്ട് വെക്കുന്ന സമയത്ത് കുഴപ്പമില്ല, പക്ഷേ പുറത്തൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്തായാലും ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സെയിം അളവിൽ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഗമ്മ് തേച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഗ്ലൂ ഗൺ ആണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഒട്ടും കേട്ടോ, പെട്ടെന്ന് തന്നെ ഒട്ടും. ഞാനിപ്പം ഇവിടെ ചെയ്തിട്ടുള്ളത് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ്, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കൈത്തുന്നൽ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഹൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈദ് ആശംസകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും നമുക്ക് നമ്മുടെ ചാനലിൽ കാണുന്നതായിരിക്കും. അപ്പം ടേക്ക് കെയർ, ബൈ.